നിങ്ങളുടെ മൊബൈൽ എപ്പോഴെങ്കിലും ഹാക്ക് ആയിട്ടുണ്ടോ? നമ്മുടെ അറിവോ നമ്മുടെ അനുവാദമോ ഇല്ലാണ്ട് ഒരിക്കലും ഒരു തേർഡ് പേഴ്സണ് നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഹാക്ക് ചെയ്യാൻ പറ്റിയിരിക്കാം, പക്ഷേ ദർ ഈസ് എ ലിമിറ്റേഷൻസ്. ഫുള്ളി ഹാക്ക് ഒരിക്കലും പറ്റില്ല. ഫുള്ളി ഹാക്ക് നമ്മൾ അത്രയും വിശ്വസിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സോ കുടുംബക്കാരോ ആരാവട്ടെ, അവരുടെ ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി, എന്താണ് ഗേൾ ഫ്രണ്ടിന് മൊബൈലുള്ളത്, എന്താണ് ബോയ് ഫ്രണ്ടിന് മൊബൈലുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി കാരണം മാത്രമാണ് ഹാക്ക് ചെയ്യുക. മൊബൈൽ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യം വരുന്നതാണ് മാൽവെയർസ്. മാൽവെയർസ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതായത് നമ്മളൊരു വെബ്സൈറ്റിൽ പോകുമ്പോൾ അവിടെ ഡൗൺലോഡ് ഇൻസ്റ്റാൾ പറഞ്ഞിട്ട് ഇതുണ്ടാവും, ഒരു ആഡ് പോലെ വരും. അറിയാത്ത ആൾക്കാർ അറിയാണ്ട് ക്ലിക്ക് ചെയ്തു, ചെറിയൊരു മൈന്യൂട്ട് ക്ലിക്കായാൽ പോലും നമ്മളറിയാണ്ട് ഒരു ആപ്പ് അതിൽ ഇൻസ്റ്റാൾ ആവും, നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആവും. നമ്മളത് ഇൻസ്റ്റാൾ ആയ ശേഷം പിന്നെ നമ്മളത് മറക്കും ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ആപ്പ് എപ്പോഴും നമ്മുടെ ഒരു മൊബൈലിൽ ഉണ്ടാവും. മേ ബി ഹാക്കർക്ക് നമ്മുടെ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാം, നമ്മൾ എവിടെ നിൽക്കണേ, അങ്ങനത്തെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അടുത്തതാണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഈ ഹാക്കർമാർ നമുക്ക് ഒരു ലിങ്ക് അയക്കുമ്പോൾ, ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, ഒരു ലിങ്ക് അയക്കും. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ, അതായത് ഏത് ബേസ് ചെയ്തിട്ടാണോ അവർ അയച്ചത്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഇതാണ് അയച്ച് ലോഗിൻ പേജ് അയച്ചെങ്കിൽ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ടോട്ടലി ഹാക്ക് ആവും. അതേപോലെ യൂട്യൂബിൻ്റെ ആണെങ്കിൽ അപ്പോൾ ഹാക്ക് ആവും. അതായത് ലോഗിൻ നമ്മൾ അറിയാണ്ട് അതിലിപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഹാക്ക് ആവും. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസാണ് അവർക്ക് കിട്ടും. അടുത്തതാണ് സിം സ്വാപ്പിംഗ്. സിം സ്വാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെയിം നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് വേറൊരു സിം ഉണ്ടാക്കിയിട്ട് നമുക്ക് വരുന്ന OTPയും കാര്യങ്ങളൊക്കെ അവർ ആക്സസ് ചെയ്തിട്ട് നമ്മുടെ ലോഗിൻ പേജും എല്ലാം അവർക്ക് കിട്ടും. നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് അവർ അത്രയ്ക്കും നല്ല ഹൈ സെക്യൂരിറ്റിയാണ് തരുന്നത്. കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് റിസ്ക് കുറവുള്ള പ്രോസസ്സാണ്. അടുത്തതാണ് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത്. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു പബ്ലിക് നെറ്റ്വർക്കിലേക്ക് നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഡെഫിനറ്റ്ലി അവർക്ക് കിട്ടും. NFC ഓൺ ചെയ്താലും ബ്ലൂടൂത്ത് ഡിവൈസസ് ഓൺ ചെയ്താലും നമ്മൾ വേറൊരു ഡിവൈസായിട്ട് കണക്ട് ചെയ്യണം. ഈ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അത്യാവശ്യം ഡീറ്റെയിൽസ് അവർക്ക് എന്തായാലും കിട്ടും. അടുത്തതാണ് കേബിൾസ്. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും കുറച്ചും കൂടി ഡേഞ്ചറസ് ആയുള്ള ഹാക്കിംഗ് ആണ് കേബിൾസ് ത്രൂ. അതായത് കേബിൾസ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ആക്സസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ചും കൂടി കൂടുതലാണ് അവർക്ക് നമ്മുടെ മൊബൈൽ ആക്സസ് ചെയ്യാൻ ചാൻസസും, അതായത് എന്തൊക്കെ എടുക്കാനുള്ള ചാൻസസും കുറച്ചും കൂടി കൂടുതലാണ്. അടുത്താണ് സ്പൈവെയർസ്. സ്പൈവെയർസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലാണ്ട് നമ്മൾ ക്രോമിലോ വേറെ ഏതെങ്കിലും ബ്രൗസറിൽ പോയിട്ട് ഓരോ ആപ്സ് ഡൗൺലോഡ് ചെയ്യും. നമുക്ക് ക്രാക്ഡ് വെർഷൻ ഫ്രീ ആയിട്ട് കിട്ടും വിചാരിച്ച് നമ്മൾ ഇതൊക്കെ ചെയ്യും. പക്ഷേ അവർ അതിൽ ഡീകോഡ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ട് ഹാക്ക് ചെയ്യാനുള്ള ഇത് അവർ അതിൽ ചെയ്തിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൽ എന്തൊക്കെയാണോ അവർക്ക് ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് ക്യാമറ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ഹാക്കിംഗ് ഒഴിവാക്കാൻ എന്തൊക്കെയാണ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. നമ്മുടെ ആപ്സ് ആയാലും മൊബൈൽസ് ഡിവൈസസ് എല്ലാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അതിൻ്റെ യൂസ് ചെയ്യൂ, നല്ലൊരു കാര്യമാണ്. അടുത്ത മെയിനായിട്ടുള്ള കാര്യമാണ് മൊബൈൽ ഒരിക്കലും വേറൊരാൾക്ക് കൊടുക്കരുത്. നമ്മൾ അറിയുന്ന ആൾക്കാരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ, ഡെഫിനറ്റ്ലി കൊടുത്താലും നമ്മുടെ ഒരു കൺട്രോളിൽ വേണം മൊബൈൽ. ഒരിക്കലും ആപ്സ് ബ്രൗസറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം നിങ്ങൾ പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ യൂസ് ചെയ്യും. പിന്നെ നിങ്ങളൊരു ബാങ്കിങ് വെബ്സൈറ്റോ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു വെബ്സൈറ്റായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ലിങ്ക് ഒന്ന് നോക്കുക. അതായത് സ്റ്റാർട്ടിങ്ങിൽ SS ഉണ്ടെങ്കിൽ സെക്യൂർഡ് സൈറ്റ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നോർമൽ ഫേക്ക് ഏതെങ്കിലും സൈറ്റ് ആണെങ്കിൽ ആ സെക്യൂർഡ് SS എന്ന് വരില്ല. പിന്നെ ഇടയ്ക്ക് നിങ്ങളൊന്ന് മൊബൈൽ ചെക്ക് ചെയ്യും. അതായത് നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് എല്ലാവരുടെ മൊബൈൽ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊക്കെ ആപ്സ് റൺ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും അൺവാണ്ടഡ് ആയ ആപ്സ് എന്തെങ്കിലും, ചിലപ്പോൾ ഈ ഹാക്കിങ്ങുള്ള ആപ്സ് കമ്പനി മൊബൈൽ ആപ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാവും പേര് കൊടുത്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആ പേര് എടുക്കുക, എന്നിട്ട് നിങ്ങൾ ബ്രൗസറിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ ഫോൺ റിലേറ്റഡ് ആപ്പ് ആണെങ്കിൽ അത് അവർ പറഞ്ഞുതരും. അല്ലാതെ വേറെ എന്തെങ്കിലും ഇത് മലീഷ്യസ് ആപ്പ് ആണെങ്കിൽ അത് അപ്പോൾ തന്നെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യും. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് അല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണ മെത്തേഡ്സ്, ഹാക്കിംഗ് നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വല്ല മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.